കപ്പ നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കി കഴിക്കും. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഈ കപ്പൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. വെറുതെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് തന്നെയല്ലേ. ഇതിപ്പോൾ ഞാൻ സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലിലാണ് കപ്പ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് വെളിച്ചെണ്ണയിൽ കടുതാളിച്ചിട്ട് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. കുഞ്ഞുള്ളി, കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളം, കാശ്മീരി മുളക്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ലൊരു ചമ്മന്തി റെഡിയാക്കി വെക്കണം. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നുറുക്കിയെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒന്ന് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഇതിനെ സ്റ്റാർ സ്റ്റൈലിലേക്ക് മാറ്റുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൊസറല്ല ചീസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മെൽട്ടാകുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നേരെ പ്ലേറ്റിലേക്ക് വിളമ്പാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് പകരം ബീഫ് ഫ്രൈ ചെയ്തതും എടുക്കാം. കൂടുതൽ ടേസ്റ്റ് ബീഫ് തന്നെ ആയിരിക്കും. ഇനി ഇത് പ്ലേറ്റിലേക്ക് വിളമ്പിയതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഇതിൻ്റെ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി നിരത്തി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി.